10 പോഷകങ്ങൾ നിറഞ്ഞ പത്തില തോരനാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. എന്താണ് ഈ പത്തില തോരൻ? ഈ 10 ഇലകൾക്കും 10 രുചിയും 10 ഗുണവും 10 മണവുമാണ്. എന്നാൽ ഈ 10 ഇലകൾ തമ്മിൽ ചേരുമ്പോഴോ ഒരേ രുചിയും ഒരേ മണവും, എന്നാൽ ഗുണങ്ങളോ? നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ എല്ലാവിധ പോഷകങ്ങളും ഇതിലുണ്ട്. നമ്മുടെ പൂർവികർ എല്ലാ കർക്കിടക മാസങ്ങളിലും ഈ ഒരു അത്ഭുതക്കൂട്ട് കഴിക്കുമായിരുന്നത്രേ. മഴക്കാലത്ത് ദഹനശേഷി കുറയുകയും രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിലാണ് ശരീരത്തിൽ ആവശ്യമായ പോഷകങ്ങളും പ്രതിരോധ ശേഷി കൂട്ടാനും പ്രകൃതി തന്ന ഒരു അത്ഭുതക്കൂട്ടാണ് ഈ പത്തിലത്തോരൻ. എനിക്കിവിടെ ഞങ്ങളുടെ പറമ്പിൽ നിന്ന് സുലഭമായി കിട്ടുന്ന 10 ഇലകൾ വെച്ചിട്ടുള്ള തോരനാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തെയാണ് ചേമ്പിൻ്റെ ഇല. ഈ ചേമ്പിൻ്റെ പേര് എനിക്കറിയില്ല. ഇതിന് കിഴങ്ങുണ്ടാവാത്ത ഒരുതരം ചേമ്പാണ്. അതിൻ്റെ ഒരു ഇലയാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ചേമ്പിന് ഒരുപാട് പ്രത്യേകതയുണ്ട് കേട്ടോ. ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു ചേമ്പാണ്. ഇതിൻ്റെ പേര് അറിയാവുന്നവർ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല പല രീതിയിൽ വെക്കാം. ഇല എടുത്ത് നമുക്ക് തോരൻ വെക്കാം, അതുപോലെ മുട്ടയിട്ട് വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടെടുത്ത് നമുക്ക് സെപ്പറേറ്റ് വെക്കാം, പരിപ്പിട്ട് തേങ്ങ അരച്ച് വെക്കാം. അതല്ലെങ്കിൽ ഇതിൻ്റെ തണ്ടും മോരൊഴിച്ചിട്ട് മോര് കറി വെക്കാം. അങ്ങനെ ഒരുപാട് പ്രത്യേകത. അതുപോലെ തന്നെ ഞാൻ കഴിച്ചേക്കുന്ന ഇലകളിൽ ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഇല ഞാൻ അത്ര ടേസ്റ്റി ആട്ടോ ഈ ചേമ്പിൻ്റെ ഇല. രണ്ടാമത് ഞാൻ എടുത്തിരിക്കുന്ന മത്തൻ്റെ ഒരു ഇലയാണ്. മൂന്നാമതായി എടുത്തിരിക്കുന്നത് ചൊറിഞ്ഞിനം. നാലാമത്തേത് ഷുഗർ ചീരയാണ്. അഞ്ചാമത്തേത് സാധാരണ നമ്മുടെ പറമ്പിലുണ്ടാകുന്ന നോർമൽ ചീര. ആറാമത് എടുത്തിരിക്കുന്നത് തഴുതാമ. ഏഴാമത് എടുത്തിരിക്കുന്നത് ഇതാണ്. ഇത് ഞങ്ങളുടെ നാട്ടിൽ എറണാകുളത്തേക്ക് ഇതിന് കുപ്പിപ്പച്ച എന്നാട്ടോ പറയും. ഇതിൻ്റെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നത് എനിക്കറിയില്ല. എട്ടാമത്തേത് തൈറോയിഡ് ചീരയാട്ടോ എടുത്തിരിക്കുന്നത്. ഒൻപതാമതായി ഞാൻ എടുത്തിരിക്കുന്നത് പ്ലാവിൻ്റെ തളിരിലയാട്ടോ. പ്രത്യേകം കാണിക്കുന്നുണ്ട്, തളിരില മാത്രം 2 തളിരിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പത്താമതായി ഞാൻ എടുത്തിരിക്കുന്നത് സാലഡ് ചീരയാണ് കേട്ടോ. അങ്ങനെ 10 ഇല തോരനിലേക്കുള്ള 10 ഇലകൾ നമ്മളിവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണും ചെളിയും ഉണ്ടാകും. പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ടിട്ട് നല്ല ചെളി ഉണ്ടാകും. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇലകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തോരൻ അരിയുന്നത് പോലെ വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് തോരൻ ആവശ്യമായ തേങ്ങയും അതിലേക്ക് ഒരു പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, വളരെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലേക്ക് ഡയറക്റ്റ് ചേർത്തിരിക്കുകയാണ് ഞാൻ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1 നുള്ളി ചെറിയ ജീരകം പൊടിച്ചതിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ടേ. അങ്ങനെ ക്രഷ് ചെയ്ത തേങ്ങ ഞാൻ ഡയറക്റ്റ് അരിഞ്ഞു വെച്ചിരിക്കുന്ന 10 ഇല തോരൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ആ തേങ്ങയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഉപ്പും തേങ്ങയും അവിടെ ഓരോ കട്ടകളായിട്ടിരിക്കും. അതുകൊണ്ട് കൈ കൊണ്ട് വളരെ പതുക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അല്പം കടുക് ഒന്ന് പൊട്ടിക്കുന്നുണ്ടേ. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തോരൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കും. തോരൻ പല ആൾക്കാരും പല രീതിയിലാട്ടോ ചെയ്യുന്നത്. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്യണത്. ചിലർ ഉള്ളി താളിച്ചൊക്കെയാണ് ചെയ്യാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ, ഇതാകുമ്പോൾ പെട്ടെന്ന് ചെയ്ത് കഴിയും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ ഇലകൾ മാത്രമേ ഉള്ളൂ, തണ്ടുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വേഗം മൂടി വെക്കേണ്ട ആവശ്യമില്ല. മൂടി വെച്ചാൽ ഇത് വെന്തുടഞ്ഞു പോകും. പ്രത്യേകിച്ച് ഇലക്കറികൾ നമ്മൾ വല്ലാതെ വേവിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാനേ പാടുള്ളൂ. അങ്ങനെ വേണം ഇലക്കറികൾ കഴിക്കാനെന്ന് കേട്ടിട്ടുള്ളത്. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള 10 ഇല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന റെസിപ്പീസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോസിനായി എന്നെ ഒന്ന് ഫോളോയും കൂടി ചെയ്യുക.